കല്ലിരിക്കാട്ടെന്നാണ് ആ വീട്ടിൽ പേര്. മറിയാമ്മ എന്നാണ് അമ്മച്ചിയുടെ പേര്. മറ്റേ ഇല്ലിക്ക ക്ഷേത്രപാത്രം ഉപേക്ഷിച്ച വ്യോമമാർഗ്ഗം ഗമിക്കുമ്പോൾ അർജുനൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള കൃഷ്ണക്ഷേത്രങ്ങൾ, ഭീമൻ്റെ ക്ഷേത്രം, ദുര്യോധനൻ്റെ, കർണൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും, അതുപോലെ തന്നെ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്ഷേത്രങ്ങൾ ഈ ഐതിഹ്യഭൂമിയിൽ നിൽക്കുന്നു. അപ്പോഴാണ് എനിക്ക് ഈ യാത്രകൾ പുതിയൊരു വെളിച്ചം പകരുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഈ ക്ഷേത്രഭൂമികൾ, ഈ രാമായണവും മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളുണ്ടായത്? കർണന് പോലും ഇവിടെ ക്ഷേത്രമുണ്ട്, ദുര്യോധനന് ക്ഷേത്രമുണ്ട്. ഇപ്പോൾ ദുശ്ശല താമസിച്ചത് ഇവിടെയാണ് മഹാഭാരത യുദ്ധത്തിന് ശേഷം. ഇങ്ങനെയുള്ള കഥകളിലേക്കും ഈ ചരിത്ര സംഭവങ്ങളിലേക്കുമെല്ലാം വീണ്ടും എന്നെ എത്തിച്ചതിൻ്റെ പിന്നിൽ അതിലൂടെ രാമൻ ആരാണെന്നും കൃഷ്ണൻ ആരാണെന്നും ഈ കാമ്യകവനവും ദ്വൈതവനവും എല്ലാം കേരളമാണെന്നും അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു എന്ന് പറഞ്ഞാൽ ആ കിണറിൽ നിന്ന് തുടങ്ങി തോട്ടറപ്പുഞ്ചയിലേക്ക് എത്തി, തോട്ടറപ്പുഞ്ചയിൽ നിന്നും കൊട്ടതട്ടി തൂമ്പചരണ്ടി താഴ്ത്തമ്മച്ച് പറഞ്ഞ രീതിയിൽ പിന്നെ സീതകുന്ന്, ഇടക്കാട്ടുകയിൽ, അങ്ങനെ വെളിയിലാണ് പിന്നെ പ്രയാണം ആരംഭിക്കുക, പാഴൂര്, പിന്നെ അങ്ങ് പോവുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു സൃഷ്ടി, ഇങ്ങനെ ഒരു കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമെന്നുള്ള അതൊന്നും ഉണ്ടോ? അങ്ങനെ ഒരിക്കലും ഇല്ല. അങ്ങനെ എന്താണ് രാമൻ, എന്താണ് കൃഷ്ണൻ, അവരെല്ലാം ജീവിച്ചിരുന്നതാണ്. ഇവരൊക്കെ ഇവിടെ താമസമാണെന്നൊക്കെ ഒരു സംശയ നിവൃത്തി വരുത്താൻ വേണ്ടിയുള്ള യാത്രയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വ്യാസന്റെ ആശ്രമം, വ്യാസൻ ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ കോട്ടയത്ത് വേദഗിരി വ്യാസന്റെ, അവിടെ ഇപ്പോഴും അതിന്റെ വേദവ്യാസ. അതെ. അപ്പോൾ കൃഷ്ണദൈവായൻ്റെ പ്രതിഷ്ഠയും പാഞ്ചാലിയുടെ കിണറും പഞ്ചപാണ്ഡവന്മാരുടേതും അങ്ങനെ ഓരോ സ്ഥലത്തും. ഇപ്പോൾ കൃഷ്ണൻ കേരളത്തിലേക്ക് വന്നത് ചെങ്ങന്നൂർ വന്നിട്ടുണ്ട്, ആറന്മുളയിൽ വന്നിട്ടുണ്ട്. ആറന്മുളയിലാണ് ആദ്യം വരുന്നത്. അപ്പോൾ കൃഷ്ണൻ കടൽ മാർഗ്ഗമാണ് ബലരാമനുമായിട്ട്. അരക്കല്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട അമ്മയും മക്കളും ജീവിച്ചിരിപ്പുണ്ടെന്ന് കർണനാണ് കേരളമായിട്ട് ബന്ധമുണ്ടായിരുന്നത്. കർണൻ ദുര്യോധനോട് പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ തീർത്ത് കളയാൻ വേണ്ടിയിട്ട് അവർ കരമാർഗം വന്നപ്പോൾ അതറിഞ്ഞ് കൃഷ്ണൻ കടൽ മാർഗം വന്നു. അങ്ങനെയാണ് 6 മുള കൂട്ടി കെട്ടിയ ആ ചെങ്ങാടത്തിൽ ആറന്മുളയിൽ വന്നത്. അവിടെ നിന്നും ചെങ്ങന്നൂർ വന്നിട്ട് കൃഷ്ണൻ പാണ്ഡവരെ കണ്ടെത്തുകയാണ്. അവിടെ അതേസമയം നൂറ്റോമ്പാറയിൽ തമ്പടിച്ചിരുന്നവർ ഇവർക്കെതിരെ യുദ്ധം ചെയ്യാൻ, ഇവരെ വധിക്കാനായിട്ട് വരുമ്പോൾ കൃഷ്ണൻ അവിടെ എത്തും. അവിടെ വെച്ചിട്ട് ദുര്യോധനൻ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഉപവാസം അവിടെയാണ്, പോകാനാവില്ല, തോറ്റുപോയി. അവിടുന്നാണ് പിന്നെ കൃഷ്ണൻ ഇവരെ കൊണ്ടുപോകുന്നത്. ആദ്യം കുന്തി സമേതമായിട്ട് വന്നിട്ട് പോകുന്നത്. അപ്പം ഒരുപാട് കണ്ടെത്തലുകൾ ഈ നമ്മുടെ ഇരുമ്പനം എന്ന് പറയുന്ന സ്ഥലം, കാക്കനാട്, ഇവിടെ ഒരു വലിയ ഗുഹയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഹിഡുംബവനമാണ്. അപ്പോൾ അതിൻ്റെ ഐതിഹ്യം തപ്പിപ്പോയപ്പോഴാണ് അതിനേക്കാളും വലിയ രസം. ആ ഹിഡുംബനെ കൊന്നത്, ഹിഡിമ്പിയും ഹിഡുംബനും ഉണ്ടായിരുന്ന ഇരുമ്പവനം ഇവിടെയാണ്. ആ തടാകം, അത് കാക്കനാട് ഇരുമ്പനം ഇടയ്ക്കുള്ള തടാകമാണ്. ആ തടാകത്തിൻ്റെ അവിടെ അമ്മയെയും സഹോദരങ്ങളെയും ഇരുമ്പനം. അപ്പോൾ അവിടെ ഉറക്കി കിടത്തിയിട്ട് ഹിഡുംബനുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഭീമൻ ഹിഡുംബനെയും കൊണ്ട് നേരെ കിടപ്പെട്ടു. കൂത്താട്ടുകുളത്തിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഹിഡുംബനെ വധിക്കുന്ന യുദ്ധഭൂമി കിടക്കുന്നത്. ചേര് താങ്ങി എന്ന് പറയുന്ന വൃക്ഷം പറിച്ചടിച്ച യുദ്ധം ചെയ്ത. അപ്പോഴും ചേരിന് താങ്ങിയാണ്. ഇപ്പം ചേര് വലിയ താങ്ങിയാണ്. ഇവർ രണ്ടുപേരും പറിച്ച് അടിച്ച് യുദ്ധം ചെയ്ത് ഹിഡുംബനെ വധിക്കുന്നത് കൂത്താട്ടുകുളത്തിൻ്റെ അടുത്ത് വെച്ചിട്ട്. ഇപ്പോഴും ഇവിടെ ഈ വൃക്ഷങ്ങളൊക്കെ ഇപ്പോഴും സുലഭമായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോ ഐതിഹ്യഭൂമികളിലൂടെ നടക്കുകയും അതിൻ്റെ ചരിത്ര പഠിക്കുകയും അതിലൂടെ സഞ്ചരിക്കുകയും പിന്നീട് അത് ദേവതാ സങ്കല്പങ്ങളെ എങ്ങനെയാണ്, ദൈവം എന്താണ് എന്നുള്ള ഒരറിവിലേക്കുള്ള യാത്രയിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ താഴ്ത്തി വെച്ച്, അതന്നങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ ഇല്ലില്ല, അതൊരു നിമിത്തമാണ്. അമ്മച്ചിയും പിന്നീട് പ്രചോദനമായി. അതെ, അമ്മച്ചി മരിച്ചിട്ട് 26 വർഷം. അല്ല, അമ്മച്ചി പറഞ്ഞത് സത്യമാണെന്ന് ആദ്യത്തെ കിണർ കണ്ടപ്പോൾ തോന്നി. അപ്പൊ അത് തോന്നിയ പ്രചോദനമായി വീണ്ടും വീണ്ടും കാണാൻ. പിന്നെ ആ വീണ്ടും വീണ്ടും കാണുമ്പം ആ സത്യത്തിലേക്കുള്ള റൂട്ടിലായി. അപ്പം ഈ കാണുന്നതല്ല സത്യമാണോ, ശരിയാണ്. അപ്പൊ ശരിയിലേക്ക് സകല ശരിയെത്തി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ശരിയിലേക്ക് തന്നെ പോകും.
തീർച്ചയായിട്ടും. ആദ്യത്തെ ശരിയിലെത്താനാണ് ബുദ്ധിമുട്ട്. അതെ, എപ്പോഴും മനസ്സിലുണ്ട്. ഇപ്പോൾ ഓരോ കണ്ടെത്തലുകൾ വരുമ്പോഴും നമ്മൾ ഈ ശ്രീരാമന് ജയ് വിളിക്കുന്ന പോലെ ശാസ്ത്രത്തിൻ്റെ ഓരോ കണ്ടെത്തലുകളിലും രാമന് ജയ് വിളിക്കുന്നത് ബേസിക് സയൻസിൻ്റെ ഉപജ്ഞാതാവ് ശ്രീരാമചന്ദ്രനായതുകൊണ്ടാണ്, ത്രേതസിദ്ധ അദ്ദേഹത്തിൻ്റെതായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഓരോ കണ്ടെത്തലുകളിലും ഞാൻ അമ്മച്ചിക്ക് ജയ് വിളിക്കും. പുല്യാട്ടെന്നാണ് അമ്മച്ചിയുടെ തറവാട് പേര്, അമ്മച്ചിയുടെ വീടിൻ്റെ പേര്. പുല്യാട്ടെന്ന് കല്ലിരിക്കാട്ടേക്ക് വന്ന് കല്ലിരിക്കാട്ട് ഒരു വിനയമുണ്ടായിരുന്ന ഒരമ്മ. മരിച്ചിട്ടിപ്പോൾ 26 വർഷം. മരിക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ്. ഞാൻ കാണാൻ പറ്റിയില്ല, ഞാൻ വന്നപ്പോഴത്തേക്കും നടക്കും കഴിഞ്ഞായിരുന്നു. അപ്പം അമ്മച്ചിനെ കാണാൻ പറ്റിയില്ല. ഞാൻ അമ്മച്ചി വിളിക്കുന്ന അമ്മച്ചിയിൽ നിന്ന് കിട്ടിയ ആ വോളിബോൾ കളിക്കാൻ പോയടുത്തെ ആ അറിവ് എവിടെ നിന്ന് കിട്ടിയാലും അത് സ്ഫുരിക്കും എന്നുള്ള തെളിവാണ്. അറിവ് മാത്രമേ സ്ഫുരിക്കൂ. അവിടുന്ന് പിന്നെ തുടങ്ങിയിട്ട് പിന്നെ ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ കേശവനച്ഛൻ, അച്ഛൻ്റെ കൊച്ചച്ഛനാണ്. അദ്ദേഹം ആണ് അച്ഛനെയൊക്കെ വായനയുടെ ലോകത്തേക്കും രാമായണത്തിൻ്റെ ലോകത്തേക്കും മഹാഭാരതത്തിൻ്റെ ഗീതയുടെ ലോകത്തേക്കൊക്കെ കൊണ്ടുപോകുക. അദ്ദേഹം അതുപോലെ തന്നെ നമ്മുടെ ഗുരുനാഥനായിട്ടുള്ള വിജയൻ രാമക്കത്ത്, അങ്ങനെ നിരവധിയായിട്ടുള്ള വ്യക്തികളുടെ ഒരുപാട് പേരുടെ ഒരു സപ്പോർട്ട്. അല്ല, അതിനെല്ലാം തുടക്കം എന്ന് പറയുന്നത് ഭാഷ്യമാണ്. തുടക്കം ഇതാണ്, ഭാഷ്യം അല്ലേ? അതെ. അതും ആ സന്ദർഭം ഞാൻ കഴിഞ്ഞ ദിവസം ചേട്ടൻ ചേച്ചിയായിട്ട് ചേട്ടനായിട്ട് സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ എൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് കാരണം അമ്മച്ചിയാണ് എന്ന് പറഞ്ഞു. ഞാൻ അന്ന് ആ സന്ദർഭം പറഞ്ഞു. 27-28 വർഷം മുമ്പുള്ള ഒരു സന്ദർഭം പറഞ്ഞപ്പോൾ അത് കേട്ടെന്ന് ചേച്ചി പറഞ്ഞു. ഞാൻ വ്യക്തമായിട്ട് ആ സന്ദർഭം ഓർക്കുന്നു. അപ്പൊ അത് വീഡിയോ പോലെ സിനിമ പോലെ നിൽക്കുവാണ്. അത് സിനിമ പോലെ നിൽക്കുക. ശരിക്കും ആ സന്ദർഭം ഉണ്ടായില്ല, ആ ഒരു ചെറിയൊരു സന്ദർഭം ഉണ്ടായില്ല. പക്ഷെ നമ്മുടെ ജീവിതം അവിടെ നിന്ന് മാറിപ്പോകും. പിന്നീട് അങ്ങോട്ട് ഈ ഇതിനകത്ത് മുഴുകുവാണ് ചെയ്തല്ലേ. പിന്നെ ജീവിതം തന്നെ അതായി. അല്ല, മറ്റൊന്നും ശ്രദ്ധിക്കാതെ ഇത് മാത്രം ശ്രദ്ധിച്ചു പോയപ്പോൾ ജീവിതത്തിന്റെ ഒത്തിരി കഷ്ടനഷ്ടങ്ങൾ. പിന്നെ പക്ഷെ ഞാനൊരു മനുഷ്യനായ പോലെ